2008 വാഹന മെക്കാനിക്കായ മുരളി അപകടത്തിൽപ്പെടുന്നത്. കാൽമുട്ടിന് പരിക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടു. പിന്നീട് കാലിലിട്ട കമ്പി എടുത്തു മാറ്റാനാണ് മുക്കം KMCT ആശുപത്രിയിലെത്തിയത്. ശസ്ത്രക്രിയ വിജയകരമായെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്നാൽ പൂർണ്ണമായും ഒരു കാലിന്റെ സ്വാധീനം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ സ്ക്രൂവും ഈ കമ്പിയും നമ്മളെടുത്ത് തന്നു. ഓപ്പറേഷനൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഒരു 2 ഫോട്ടോ കാണിച്ചു തന്നു, കാല് വളച്ച് വെച്ചിട്ടുള്ള ഫോട്ടോ കാണിച്ചു തന്നു. ഇതിൽ 11 സ്ക്രൂ ഉണ്ട്. ഈ ഒരു പ്ലേറ്റും എക്സ്റേ പോയി മേടിച്ചു കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ ഇതിൽ ഈ നീളമുള്ള 3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രൂ ഈ ചിരട്ടയിൽ വിലങ്ങടിച്ച് കിടന്നിരുന്നു. അപ്പോൾ ഈ സ്ക്രൂ അവരെടുക്കാതെയാണ് ഈ പ്ലേറ്റൊക്കെ പോന്നിട്ടുള്ളത്. ആളോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ക്രൂ കൂടി ഇതിലിരിക്കണ്ടല്ലോ സാറേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നമുക്കൊരു ഓപ്പറേഷൻ കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും ഓപ്പറേഷന് കൊണ്ടുപോയിട്ട് ആ സ്ക്രൂ ചിരട്ടയിൽ നിന്ന് എടുത്തു. ചിരട്ടയിൽ നിന്ന് എടുത്തപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, കാലിൻ്റെ തുടയിൽ പൊട്ടിയിരിക്കണു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചെറിയൊരു പ്ലേറ്റ് അവിടെ ഇടാം, ഒരു 6 മാസം കൊണ്ട് നടക്കുക, അതിന് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്ലേറ്റൊക്കെ ഇട്ട് അവർ ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ ഇരുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വേദനയാണ്. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ സ്ക്രൂ എല്ലാം ലൂസായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നുകൂടി മുറുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ, 3ാമത്തെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, ഈ സ്ക്രൂ ടൈറ്റാക്കാൻ പറ്റില്ല, അവിടെ പഴുപ്പാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ആ പ്ലേറ്റ് അവിടെ നിന്ന് എത്രയും വേഗം എടുത്ത് മാറ്റണം, അവിടെ നിന്ന് ചെറിയൊരു കഷ്ണം എല്ലെടുത്ത് മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് തുടലിൻ്റെ ഒരു കഷ്ണം എല്ലും മുറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പുറത്തുനിന്ന് വലിയൊരു കമ്പി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 9 മാസം കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര വേദനയാണ്, ഇവിടെ പഴുപ്പും വരുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞു, ഇത് പഴുപ്പാണ്, ഈ കമ്പി പുറത്തുനിന്ന് വെച്ചിട്ടുള്ള കമ്പി ഉടനെ എടുത്ത് മാറ്റണം, ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഈ എല്ല് ഇവിടെ കൂടുന്നില്ല, ഇത് ഇവിടെ കൊണ്ട് നടക്കൂല, നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കി ചെയ്തു. ശസ്ത്രക്രിയ നടത്തുന്നതിന് മുൻപെടുത്ത എക്സ്റേ ആവശ്യപ്പെട്ടപ്പോഴും ആശുപത്രി അധികൃതർ കൈമലർത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ എക്സ്റേ കിട്ടണം, എക്സ്റേ കിട്ടാതെ പറ്റൂല. അപ്പോൾ ആള് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ESI മുഖാന്തരം ആയതുകൊണ്ട് ഇതിൻ്റെ എക്സ്റേ ഇവിടെ വെക്കില്ല, ഞങ്ങൾ നേരെ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഞാൻ എൻ്റെ സ്ഥാപനം പോയി എൻ്റെ ജീവിതം വഴിമുട്ടി. അപ്പോൾ ഇത്രയും കാലം ഇതായി കഴിഞ്ഞാൽ അവർക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് അംഗീകരിക്കേണ്ടത്. നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു ഹോസ്പിറ്റലിൽ നിയമമുണ്ട്. നമ്മുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടിച്ചതിനുള്ള നഷ്ടപരിഹാരം നമുക്ക് കിട്ടാൻ എൻ്റെ കാല് എനിക്ക് നേരെയാക്കണം. ഒരു കയറ്റം കയറി വേണം മുരളിയുടെ വീട്ടിലേക്ക് എത്താൻ. അതിനാൽ തന്നെ ചികിത്സയ്ക്കും മറ്റുമായി മുരളിയെ കൊണ്ടുപോകുന്നത് ഏറെ പ്രയാസപ്പെട്ടാണ്. രാവിലെ ആളെ ഇട്ടിട്ട് 3-4 കൊല്ലമായി കിടപ്പിലായിട്ട്. കേസാണെങ്കിൽ അതും നടക്കണില്ല, ആളെ കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു അവസ്ഥ അതും ഒന്നും ആവണില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളെ കൊണ്ടുപോയാൽ പിന്നെ കേസിന്റെ കാര്യം എന്താവും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇതൊക്കെ പറ്റിയ കാരണം കൊണ്ട് അവരെന്തെങ്കിലും നഷ്ടപരിഹാരം അവർ നമുക്ക് തരണ്ടേ, അവരാണ് ഇതിങ്ങനെ ആക്കി വെച്ചത്. ആശുപത്രി അധികൃതരുടെ ഒരു വലിയ പിഴവ് ഒരു കുടുംബത്തിന്റെ ആശ്രയം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഒരു അപകടത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു മുരളി. എന്നാൽ ചികിത്സയിലെ പിഴവ് മൂലം ഇന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അരുൺ കിഷോറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.